എല്ലാവർക്കും നമസ്കാരം. മിനി കുക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ദോശയുടെ ഒരു 3 വെറൈറ്റീസും ചട്നിയുടെ ഒരു 3 വെറൈറ്റീസുമാണ്. അത് സിമ്പിളായിട്ട് ഒരേ ബാറ്റർ വെച്ചിട്ട് നമ്മൾക്ക് എങ്ങനെ ഈ 3 ഡിഫറെൻറ്റ് സാധനങ്ങൾ തയ്യാറാക്കിയെടുക്കാമെന്നും ഈസി ആയിട്ട് പെട്ടെന്ന് നമ്മൾക്ക് എങ്ങനെ വെറൈറ്റി നമ്മുടെ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്നുമാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ദോശയുടെ ബാറ്ററിൻ്റെ റെസിപ്പി ഞാൻ നമ്മുടെ യൂട്യൂബിൽ പ്രീവിയസ്ലി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടു നോക്കുക. ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. അപ്പോൾ ഒരു 1 ഗ്ലാസ് പച്ചരിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് 1/2 ഗ്ലാസ് ഉഴുന്ന് പരിപ്പ് അല്ലെങ്കിൽ ഉറുദാലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ 2-3 ഫെനുഗ്രീക്ക് സീഡ്സും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/4 കപ്പ് മട്ടരിയുടെ ചോറ് വേവിച്ചത് തണുത്തിട്ടുള്ളത്, അതാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദോശ ഒന്ന് സ്റ്റിക്കി ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഒരു 1/4 കപ്പ് തന്നെ മതിയായിരിക്കും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. ഇനി ചോറില്ല എന്നുണ്ടെങ്കിൽ അവൽ സോക്ക് ചെയ്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്താലും മതിയായിരിക്കും കേട്ടോ. നമുക്ക് ദോശയുടെ പല വെറൈറ്റീസ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന 3 രീതിയിലാണ് കാണിച്ചു തരുന്നത്. എല്ലാവർക്കും ഇതൊക്കെ അറിയാമായിരിക്കും, പിന്നെ ചെയ്തെന്ന് മാത്രം. ഇത് അറിയില്ലാത്തവരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓവർനൈറ്റ് ഒരു 6 to 8 hours വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഫെർമെൻറ്റഡ് ആയിട്ട് വന്ന മാവ് നമ്മൾ രാവിലെ എടുത്ത് അതിൽ ആവശ്യത്തിന് സോൾട്ടൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഫസ്റ്റ് നമ്മൾ സിമ്പിൾ തട്ട് ദോശയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം ഒരു തവിയിൽ മാവ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വട്ടത്തിൽ ഇതാക്കി കൊടുക്കുക. അത്ര മാത്രം ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം മീഡിയം നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം പിന്നെ അതൊരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ബാലൻസ് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഈ ദോശ ഇങ്ങനെ ചെറുതായിട്ട് കൊമ്മളയൊക്കെ വന്ന് തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ചിടുക. അല്ലെങ്കിൽ അതിൻ്റെ അടിഭാഗം പെട്ടെന്ന് അതൊരു ബ്രൗൺ ഇതിലേക്ക് മാറും. അതുകൊണ്ട് ആ മേളുഭാഗം കൊമ്മളയൊക്കെ ഒന്ന് വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ബാക്ക് സൈഡ് ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വന്നേക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ. എപ്പോഴും നമ്മൾ നോൺ സ്റ്റിക്ക് തവ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് ഒട്ടി പിടിക്കാനും ചാൻസ് ഉണ്ട്. പഴയ ഒരു തവയൊക്കെ ആണെങ്കിൽ എനിക്കും അത് സംഭവിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ചെറുതായിട്ട് എണ്ണയൊന്ന് പുരട്ടി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് ചട്നി റെസിപ്പി കാണാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1 കപ്പ് തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് തേങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ചെറിയ പീസ് ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാളയുടെ ഒരു ചെറിയ പകുതി, പിന്നെ നല്ല അത്യാവശ്യം എരിവുള്ള മുളക് പൊടി പിന്നെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കാശ്മീരി ചില്ലി ഒരു 1/2 ടേബിൾ സ്പൂൺ എടുക്കാം. ഇനി ജസ്റ്റ് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കിട്ടാൻ പാകത്തിനുള്ള വെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളമായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമുക്ക് ഒന്നുകിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണ രീതിയിൽ ഒരു മീഡിയം പാകത്തിലാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് നല്ലൊരു ഫൈൻ പേസ്റ്റ് രൂപത്തിൽ നമുക്കിത് അരച്ചെടുക്കാവുന്നതാണ്. 2 രീതിയിലാണെങ്കിലും കുഴപ്പമില്ല. നമ്മളിപ്പം നന്നായിട്ട് അരഞ്ഞിട്ടുള്ളൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി ഒരു പാൻ ചൂടായതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുത്ത് അതൊന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയാണ് വേണ്ടത്. ഇപ്പം നമുക്കിവിടെ അത് കിട്ടാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ സവോള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതും പിന്നെ വറ്റൽ മുളകും ചെറുതായിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മൾക്ക് അരച്ചു വെച്ചിരിക്കുന്ന നമ്മളുടെ തേങ്ങയുടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഒത്തിരി ചൂടാവണ്ട. ഒത്തിരി ചൂടാവുമ്പോൾ വേറൊരു ടേസ്റ്റ് ആവും, ജസ്റ്റ് ഒന്ന് ചൂടാവുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് ചൂടാവുന്ന ഒരു ടേസ്റ്റാണ് നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം ഇതുപോലെ കഴിക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഗ്രേവിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി ലൂസായിട്ട് ആക്കിയെടുക്കാം. കുറച്ച് ചൂടുവെള്ളം വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഈ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കൺസിസ്റ്റൻസിയിൽ ഈ ചട്നി ആക്കിയെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ വളരെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തിരി വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ആദ്യത്തെ ചട്നി റെഡി ആയിരിക്കുകയാണ്. എപ്പോഴും തേങ്ങ അരയ്ക്കുമ്പോൾ ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണമായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾ അവിടെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് ഏറ്റവും സിമ്പിളായ രീതിയിൽ ഈസി ആയിട്ടുള്ള ഒരു ദോശയും ചട്നിയുടെയും കോമ്പിനേഷനാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ദോശയുടെ വെറൈറ്റി നോക്കാം. അപ്പോൾ സെയിം മാവ് എടുക്കുക. എന്നിട്ട് പാൻ ചൂടായതിന് ശേഷം അതിൻ്റെ ഹീറ്റ് ഒന്ന് ബാലൻസ് ചെയ്യുക. അതിന് ശേഷം നമുക്ക്
ഇനി പാൻ ചൂടായ ശേഷം എണ്ണ വെച്ചൊന്ന് തടവിയതിന് ശേഷം നമ്മൾക്ക് ഈ മാവ് ഇതേ മാവ് തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത് സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ കറക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വട്ടത്തിലുള്ള തിന്നായിട്ടുള്ള നൈസായിട്ടുള്ള ദോശ നമുക്ക് കിട്ടും. കണ്ടോ? ഇനി നമ്മൾ പെപ്പർ ദോശ പോലത്തെ ദോശയാണ് തയ്യാറാക്കി എടുക്കുന്നത്, ഗീ റോസ്റ്റിൻ്റെയൊക്കെ ഒരു രീതിയിൽ. ചിലപ്പോൾ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് പോണ പോലെ തോന്നും. ഇത് കുറച്ച് സമയം നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വിട്ടു കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഇളക്കിയെടുത്താൽ മതിയായിരിക്കും. ഇത് നന്നായിട്ട് ചൂടായി അതിൻ്റെ ഇതൊന്ന് ഉണങ്ങി വരുമ്പോൾ അതിലേക്ക് നമ്മൾക്ക് ഗീ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും ഗീ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗീ ചെല്ലുന്ന ഭാഗം നന്നായിട്ട് മൊരിഞ്ഞിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ ദോശ വരും. എനിക്ക് ഈ ഒരു ടൈപ്പ് ക്രിസ്പി ദോശയാണ് കേട്ടോ ഇഷ്ടം. കണ്ടപ്പോൾ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറ് അവിടെ ഇവിടെ കാണാൻ തുടങ്ങും നമ്മൾ ഗീ ഇട്ട് കൊടുത്ത്. ആ സമയമാകുമ്പോൾ നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്യാം. കണ്ടപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി ഇത് രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇനി എക്സ്ട്രാ തിന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ട് മേലിലിരിക്കുന്ന മാവ് നമുക്കൊന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കാൻ മതിയായിരിക്കും കേട്ടോ. ഇനി ഈ ദോശയിൽ തന്നെ നമ്മൾ ഫില്ലിങ് വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മസാല ദോശയാക്കി മാറ്റിയെടുക്കാവുന്നതാണ്. പിന്നെ ഒരു മുട്ടയൊക്കെ ഇതിൻ്റെ മേളിൽ പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് കുരുമുളക് പൊടിയും സ്പൈസി ചില്ലി പൗഡറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ട ദോശയാക്കാവുന്നതാണ്. അപ്പോൾ ഒരു ദോശയുടെ ബാറ്റർ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ലൈഫ് നമുക്ക് ഈസി ആക്കാം. അപ്പം നമ്മുടെ ക്രിസ്പി ദോശ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെള്ള ചട്നി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചുവന്നുള്ളിയോ അല്ലെങ്കിൽ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത സവാളയും പിന്നെ കുറച്ച് പച്ചമുളകും, നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും, പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1 കപ്പ് ഗ്രേറ്റഡ് ഫ്രഷ് കോക്കനട്ടും. ഇത്രയും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് സോൾട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇതും ഭയങ്കര ടേസ്റ്റിയാണ്. എനിക്ക് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇഷ്ടം. ഇനി ഇതേ സാധനത്തിലേക്ക് തന്നെ കുറച്ചും കൂടി പച്ചവെള്ളം വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ലൂസാക്കി കഴിഞ്ഞിട്ട് കടുകൊന്ന് താളിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേറൊരു ടേസ്റ്റാണ്. പക്ഷേ ഈ നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്ത് വെച്ച കോക്കനട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ചൂടാക്കേണ്ട ഒന്നുമില്ല. പച്ചയായിട്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വെള്ളം കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിച്ചാലും അതിനും നല്ല ടേസ്റ്റാണ്. പക്ഷെ നല്ല ഫ്രഷ് കോക്കനട്ട് വേണം കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതല്ല കുറച്ച് കടുക് ഇതൊക്കെ താളിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച ഇതിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ കടുക് താളിക്കുമ്പോഴും ഫ്രഷ് ആയിട്ട് അരച്ചിട്ട് ഇരിക്കുമ്പോഴും രണ്ട് ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് അങ്ങനെ നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ചെറുതായിട്ടൊക്കെ വെള്ളത്തിൻ്റെ ഇത് മാറുമ്പോഴും ടേസ്റ്റിൽ നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു തന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാനിപ്പോൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കടുക് താളിച്ച് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഇതിനൊരു വേറൊരു ടേസ്റ്റുമാണ്. അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ലൂസായിട്ട് വേണ്ടവർക്ക്. ഇനി തിക്കായിട്ട് ഇരിക്കുവാണെന്നുണ്ടെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ. അപ്പം ഇത്രേ ഉള്ളൂ, നമ്മുടെ ചട്നി റെഡി ആയിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് കടുക് താളിച്ചൊഴിച്ചും കടുക് താളിച്ചൊഴിക്കാതെയും ആക്കിയെടുക്കാം. ഇനി നമ്മുടെ ലാസ്റ്റ് ദോശയുടെ വെറൈറ്റിയാണ്. ഇതൊരു ഊത്തപ്പം രീതിയിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഒനിയനും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട് ആണ് കൊടുക്കുന്നത്. നമുക്ക് ഒനിയൻ ദോശ എന്നൊക്കെ വിളിക്കാം. അപ്പോൾ നമുക്ക് ദോശമാവ് ചെറിയൊരു മീഡിയം സൈസിലൊന്ന് വട്ടത്തിൽ പരത്തിയെടുക്കാം. അതിലേക്ക് നമ്മൾക്ക് കുറച്ച് പച്ചമുളകും സവാള അല്ലെങ്കിൽ ചെറിയുള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇനി മല്ലിയില ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കറിവേപ്പില ആണെന്നുണ്ടെങ്കിൽ അതായാലും മതി. ഞാനിപ്പോൾ മല്ലിയിലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു കർണാടക സ്റ്റൈൽ രീതിയിലായിട്ടാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യുടെ ഫ്ലേവറൊക്കെ ചെല്ലുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഇത് നന്നായി ചൂടായതിന് ശേഷം നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊരു മെസ്സിയൊക്കെ ആവും, എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ പിള്ളേർക്കോ നമുക്ക് ഇതൊരെണ്ണം കഴിച്ചാൽ തന്നെ അത്യാവശ്യം ഫില്ലിംഗ് ആണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസും നമ്മുടെ ഉള്ളിൽ ചെല്ലും. പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിലും ഇത് നന്നായിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നെക്സ്റ്റ് ദോശയുടെ വെറൈറ്റിയുടെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണ നമുക്ക് ബാറ്റർ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പല വെറൈറ്റീസ് ട്രൈ ചെയ്ത് ഒരു വീക്ക് വരെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാവുന്നതാണ് കേട്ടോ. നമ്മുടെ കണ്ടൻറ്റൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.